അമ്മു കിടക്കയിൽ മുള്ളിയിട്ടുണ്ടോ? പ്രായപൂർത്തിയായപ്പോ തൊട്ട് എത്ര ഗേൾസിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? അമ്മുവിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയിട്ട് ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയണം. അച്ചുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചൂടാവണം. എടാ നീ എന്ത് പരിപാടിയാ കാണിച്ചേ? നീ മറ്റേ അല്ല, ഞാൻ സീരിയസ് ആയിട്ടാ പറയണ. ഇനി ഈ പരിപാടി ഇല്ല, ഇനി ഒരു പരിപാടിക്കും വിളിക്കില്ല. ചേട്ടാ എനിക്കൊരു പിസ തരൂ. അമ്മു പോയിട്ട് എന്റെ സ്യൂട്ട് ഇട്ടോണ്ട് വരണം. സ്യൂട്ട് ഇടണം, താഴെ ബെർമുടയായിരിക്കണം. എന്താ പരിപാടി? ഇവിടെ ഒരാളത് ഭയങ്കര ഫാഷനബിൾ ആയിട്ടൊക്കെ നിന്ന് കുക്ക് ചെയ്യാനുണ്ടോ ഉച്ചക്ക്? എന്താ ഒരു മണിക്കൂർ മുമ്പ് റെഡി ആവണ പോസ്റ്റ് ആയതാണ്. അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്ത് മടുത്തു. ചിക്കൻ എന്താണ് ചിക്കൻ? അപ്പൊ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു അടിപൊളി ബ്ലോഗിലോട്ട് വീണ്ടും സ്വാഗതം. നമ്മൾ ആക്ച്വലി ഒരു ബ്ലോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡി ആകാൻ പോയ സമയം നോക്കി 5 മിനിറ്റ് കൊണ്ട് ഇതേ ചിക്കൻ ഉണ്ടാക്കുന്നത്. എന്ത് ചിക്കൻ അത്? അതിന്റെ പേര് പറ. ചിക്കൻ തോരൻ അമ്മായിട്ട് പേരിട്ട്. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വേറൊരു ബ്ലോഗ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഇതേ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയ 15 മിനിറ്റ് ചിക്കൻ റെഡി. അടിപൊളി. അപ്പൊ കഴിച്ചിട്ട് ഷൂട്ട് ചെയ്യണം, ഷൂട്ട് ചെയ്തിട്ട് കഴിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പോയി ബ്ലോഗിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, വ്ലോഗിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ചേട്ടാ യുഎൽ എത്രയും വേഗം എങ്ങനെ ജോലി കിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജസും ഇമെയിൽസ് ഒക്കെ അയക്കാറുണ്ട്. പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും ഇമെയിൽസും റെസ്പോണ്ട് ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു, ഹൗ ടു ഫൈൻഡ് എ ജോബ് ഇൻ യു എ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടാണ്. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അത് റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ വർക്ക് ചെയ്യുന്ന HR ആൻഡ് റിക്രൂട്ട്മെന്റിലാണ്. ഞാൻ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ ഫോണിൽ വിളിച്ച് സ്ക്രീനിങ് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവരുടെ CV അടിപൊളിയാണ്, എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ പലപ്പോഴും കാൻഡിഡേറ്റ്സ് ഫോണിൽ കൂടെ സംസാരിക്കുന്നതിൽ അത്ര ഇംപ്രസീവ് ആയിരിക്കത്തില്ല. അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൊണ്ടായിരിക്കും. കാരണം പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ 10ോ 12ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ആദ്യമൊക്കെ മോശമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നൊരു കാര്യമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് വാട്സാപ്പ് വഴി എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി സംഭവമാണ്. 2-3 ടീംസ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പറയുന്ന ടീമിൻ്റെ പേരാണ് ഇംഗ്ലീഷ് പ്ലസ് എന്നും പറഞ്ഞിട്ട് അടിപൊളി സർവീസാണ്. ചെറിയൊരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ, എന്തിനാണ് ഈ വാട്സാപ്പ് വഴി പഠിക്കുന്നതെന്ന്. സംഭവം ഞാൻ പറഞ്ഞുതരാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ വേൾഡിൽ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് 9 മണിക്കും 11 മണിക്കും ഇടയ്ക്ക് ഇരുന്നിട്ട് സംഭവം പഠിക്കാൻ പറ്റും. വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരു ട്യൂട്ടറിനെ തരുന്നതായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് അവർ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങളുടെ പല ലെവൽ കാണുമല്ലോ. നിങ്ങൾ ചിലപ്പോൾ ബേസിക് ആയിരിക്കാം, സെക്കൻഡറി, അഡ്വാൻസ് ഒക്കെ ആയിരിക്കും. അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് അവരെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചെടുക്കും. അതാണ് സംഭവം. ഇതിന്റെ വാലിഡിറ്റി 2 months ആണ്. ഇൻ കേസ് എന്തെങ്കിലും കയ്യിലിരിപ്പ് കാരണം നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 6 മാസം വരെ അവർ സർവീസ് തരുന്നതായിരിക്കും, ഫ്രീ ഓഫ് ചാർജ്. അപ്പോൾ 6 മാസത്തിനകത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലോണം പഠിച്ചെടുക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് പ്രായപരിധിയൊന്നുമില്ല, അല്ലേ? എവിടെ പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യം നിങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആരും അറിയത്തില്ല. ഇംഗ്ലീഷ് പ്ലസ്കാരും അറിയും. അവരുടെ ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയോ. ഗ്യാരണ്ടീഡ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്തോളൂ. ഓക്കെ അല്ലേ? ഞാനും ജോയിൻ ചെയ്യാൻ പോവാം. ജോയിൻ ചെയ്തോ? അച്ഛൻ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞില്ല. ഇപ്പൊ എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് പ്ലസിൽ ജോയിൻ ചെയ്താൽ ഒരു പേഴ്സണൽ ട്യൂട്ടറിനെയും കിട്ടും. ഞാൻ ഡൗട്ട് ഒക്കെ ചോദിച്ചോളാം. ചുമ്മാ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, എനിക്ക് വട്ടാവും. ഇംഗ്ലീഷ് പ്ലസ് പഠിച്ചോ? ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ചിലരുടെ കള്ളികൾ പൊളിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. കുറെ കാലമായിട്ട് ചിലർ കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഇന്നെല്ലാം നമ്മൾ വെട്ടി മാറ്റുന്നതായിരിക്കും. ഇന്നത്തെ കളിയുടെ ചിലവരുടെ നഗ്ന ശബ്ദങ്ങൾ പുറത്തു വരാൻ പോവാണ്. അതൊന്നും പറ്റൂല, അതൊന്നും ഇവിടെ കാണിക്കില്ല. നമ്മളിത് ചെയ്യാൻ പോണ ചാലഞ്ച് എന്ന് വെച്ചാൽ ട്രൂത്ത് ഓർ ഡെയർ ചാലഞ്ച് ആണ്. നമ്മളിത് ഇവിടെ കുറെ ട്രൂത്ത് ഓർ ഡെയർ ചിറ്റ് എഴുതിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രൂത്ത് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ ഡെയർ ആണ് എന്നുണ്ടെങ്കിൽ കുറെ അതിക്രമങ്ങൾ ചെയ്ത് കാണിക്കണം ഓൺ ദ സ്പോട്ട്. ഇൻ കേസ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല, അതിക്രമങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഔട്ട് ആവുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെയാണ്. പക്ഷെ കളിയിലേക്ക് എടുത്തു വെച്ചോണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അച്ചു ചെയ്യുന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യത്തില്ല. എഡിറ്റർ വാസുവാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കുറെ ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാനായിട്ട്. അപ്പൊ എന്തായാലും സമയം കളയാതെ നമുക്ക് ചാലഞ്ചിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് അല്ല വേണ്ട, ഓർഡർ ഈവൻ. ചിരിക്കണ്ട, മുന്നേ ചാൻസാണ് വന്നത്. എടുത്തോ, ഒരു ചുറ്റ് എടുത്തോ. ഓഹോ, ട്രൂത്ത് ആണല്ലോ. അപ്പൊ ആദ്യം ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, അമ്മു
നിസ്സാര കളിയല്ലേ കിടക്കയിൽ മുള്ളിയിട്ടുണ്ടോ? പോവാനൊന്നും പറ്റൂല. ആൻസർ പറ. അമ്മു കിടക്കയിൽ മുള്ളിയിട്ടുണ്ടോ? എപ്പോ? അതൊന്നും എനിക്കറിയൂടാ. എപ്പോ ഇപ്പൊ ചോദിക്കണം. അപ്പൊ എപ്പോഴൊക്കെ മുള്ളിട്ടുണ്ട്? അയ്യേ ഇന്നലെ മുള്ളിയെന്ന്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം ചെയ്തിട്ടുണ്ടെന്നാണ്. എപ്പോഴെങ്കിലും കിടക്കയിൽ മുള്ളിയിട്ടുണ്ടോ? ആ, ചെറുപ്പത്തില് കിടക്കയിൽ മുള്ളിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാര്യം ചോദിക്കണ്ട. ചെറുപ്പത്തിൽ എല്ലാരും മുള്ളിയിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അടുത്തത് എന്റെ ചാൻസ് ആണ്. ഞാൻ അച്ഛനോട് എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം ട്രൂത്ത് ആണോ ഡയർ ആണെന്ന് പറയണ്ടേ? ഈശ്വരാ, ട്രൂത്ത് ആണ് ഗൈസ്. ഈ ചിറ്റ് മാറ്റി വെക്കാം. വെയിറ്റ് ദഹിക്കട്ടെ. എന്നോട് മുള്ളിയ കഥ ചോദിച്ചില്ലേ? അച്ചു പ്രായപൂർത്തിയായപ്പോ തൊട്ട് എത്ര ഗേൾസിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി പ്രായപൂർത്തി ഏത് പ്രായത്തിലായിട്ട് വരും? 5ാം ക്ലാസ്സിലൊക്കെ പ്രായപൂർത്തിയാവോ? ഈശ്വര, 5ാം ക്ലാസ് തൊട്ട് പ്രപ്പോസ് വെച്ചാൽ ഞാൻ പോയി അങ്ങോട്ട് പ്രപ്പോസ് എത്ര ഗേൾസിനെ കല്യാണം കഴിക്കുന്ന അന്ന് വരെ. അതിനുശേഷം പ്രപ്പോസ് ചെയ്യത്തില്ലല്ലോ. കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസും കൊണ്ട് വന്നേക്കാണ് ഞാൻ. സീരിയസ് ആയിട്ട് ഇല്ല, സീരിയസ് തമാശയൊന്നുമില്ല. 10 രണ്ടുപേര്. ഇത് ഞാൻ വിശ്വസിക്കില്ല. ആദ്യത്തെ പ്രപ്പോസ് ചെയ്ത് ചീറ്റി പോയി, രണ്ടാമത് പ്രപ്പോസ് ചെയ്തു. ഇത്രേ ഉള്ളൂ. അതൊക്കെ മതി. രണ്ട് ഞാൻ പറഞ്ഞു. സീരിയസ് ആയിട്ട് 2. തമാശക്ക് പിന്നെ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി പറ. അതിപ്പോ എണ്ണാനൊന്നും പറ്റില്ല. ഒരു 5-6 കാണുമായിരിക്കും. ഇല്ല, സീരിയസ് ആയിട്ട് ഞാൻ 2 പേരെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ ഒരു ലവ് സ്റ്റോറി നിങ്ങളുടെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ചീറ്റി പോയതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, കൂടുതൽ ഡിസ്കസ് ഒന്നും വേണ്ട. നമുക്ക് അടുത്തിലോട്ട് കിടക്കാം. അടുത്ത അമ്മൂന്റെ ചാൻസ് ആണ്. എടുത്തോ. എന്റെ ക്വസ്റ്റ്യൻ ചാനൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡെയർ എന്ന് പറഞ്ഞാല് അമ്മുവിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയിട്ട് ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയണം. ഭയങ്കര ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആണ് കേട്ടോ. ഇപ്പൊ കുറെ ഫോട്ടോസ് ഒക്കെ ഡെയിലി പോസ്റ്റ് ചെയ്യാറുണ്ട്. ഫോട്ടോ എടുക്ക്, അങ്ങനെ ചോദിക്കണ്ട. അയ്യോ, ഭയങ്കര ടാസ്ക്. ഇതാണ് അമ്മുവിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. എന്തുമാത്രം ഫോട്ടോസ് കണ്ട ചെയ്യൂല മോനെ. എടുക്ക് പിക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ സെലക്ട് ചെയ്യണം. ഇത് ഡിലീറ്റ് ചെയ്യാം. പള്ളി പോയി പറഞ്ഞാൽ മതി. അമ്മുവിന്റെ ഫോട്ടോ ഉള്ള വേണം, അമ്മുവിന്റെ പിക്ചർ വേണം. പട്ടിണി എടുക്കാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കും. അതൊന്നും പറ്റൂല. ഒരു ഫോട്ടോ ഇത് ഡിലീറ്റ് ചെയ്യാം. ഈ ഫോട്ടോ ഡിലീറ്റ് വെയിറ്റ് ഡിലീറ്റ് അമ്മു. അമ്മു ഫോട്ടോ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഫോട്ടോ ഇപ്പൊ എന്തൊരു സന്തോഷം. അല്ല, വിഷമം. ഇമോഷണൽ സെന്റിമെന്റൽ അപ്രോച്ച് ഇത് സമ്മതിക്കൂല. ട്രൂത്ത് ഓർ ഡെയറിൽ ഇത് പറ്റൂല. കണ്ണു പറഞ്ഞൊരു ഫോട്ടോ ഡിലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് അസുഖമായെന്ന് തോന്നുന്നു. പണി ഒന്നും ചെയ്യണ്ട. അവിടെ നിന്ന് ഓരോ എടുത്താൽ മതി. ഭഗവാനേ കാത്തോളേ. ഒരു 1.5 എസ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ തരാം കേട്ടോ. എന്റെ ഇൻസ്റ്റ പറഞ്ഞല്ലേ, അച്ചുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഫോൺ ചെയ്യണം. ഇപ്പൊ ലൈവില് വിളിച്ചിട്ട് ചൂടാവണം. മേലെ ഇനി എന്നെ വിളിക്കരുത്. ബെസ്റ്റ് ഫ്രണ്ടിനല്ലേ വിളിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ട്സിൽ അറിയില്ല ഒരാളായിരിക്കില്ലല്ലോ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ഫുൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അയാളെ വിളിച്ചിട്ട് ചൂടാവണം. ആ ആളുടെ അടുത്ത് ആണായാലും പെണ്ണായാലും ചൂടാവണം. എന്നെ ഇനി വിളിക്കരുത് എന്നൊക്കെ ആള് എന്തോന്നും പറഞ്ഞു ചൂടാവും. ഇത് എവിടെ നിന്ന് കണ്ടുപിടിച്ചത്? ആലോചിച്ച് എഴുതി വെച്ചതാ. ആരെങ്കിലും ഒരാളെ വിളിച്ചോ, പെണ്ണായാലും കുഴപ്പമില്ല. ശരി. സെൻസിറ്റീവ് ആൾക്കാരാണെങ്കിൽ ഷോക്കാവും. ചെയ്യണോ? ഉറപ്പാണോ? എന്റെ ഇൻസ്റ്റയിൽ നിന്ന് ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്തതാ. ആരെ വിളിക്കാൻ? എനിക്കറിയില്ല. അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്. എന്റെ അമ്മോ, ഇങ്ങനത്തെ പണി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു കാര്യം ചെയ്യാം,
ഞാൻ അനൂപിനെ വിളിക്കാം. അനൂപ് ഓഫീസിലായിരിക്കും. എനിക്ക് അനൂപ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ വിളിക്കാൻ പോവാണ്. ഈശ്വര, അവനാണെങ്കിൽ പാവാണ്. എന്ത് പാവം, നീ പറഞ്ഞിട്ടല്ലേ വിളിക്കണത്. ഓക്കെ, ഞാൻ വിളിക്കാൻ പോവാണേ. ഇത് കോളാണ്, ഞാൻ സ്പീക്കറിലിടാം. എടാ, നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ? നീ മറ്റേ സ്കൈ ഡൈവിങ്ങിന് പോണ കാര്യം പറയാത്ത ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങളൊക്കെ പോണ കാര്യം, നിങ്ങൾ ഈ വർക്കൗട്ട് ഒക്കെ ചെയ്യണ കാര്യം അടുത്ത് നേരത്തെ പറയണ്ടായിരുന്നോ? കാര്യമായിട്ട് ഈ പരിപാടി ഇനി കാണിക്കില്ല കേട്ടാ. ഞാൻ എങ്ങനെ ഒരുമാതിരിപ്പെട്ടാത്ത ഇങ്ങനത്തെ കാര്യത്തിലൊന്നും റിപ്ലൈ ചെയ്യാത്തതാണ്. പക്ഷെ നീ ഇത് പറഞ്ഞ ഭയങ്കര മോശമായി. ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കണ്ടപ്പോഴാണ് എനിക്ക് അത് വിഷമമായി പോയി. കാര്യമായിട്ട് പറയുന്നടാ, നമ്മളിവിടെ എത്ര ദിവസമായെന്നറിയാമോ? നീ ഇങ്ങനത്തെ കാര്യം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടായിരുന്നോ? പോകുന്ന കാര്യം നീ കറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞല്ലോ, തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. അത് ശരിയാവത്തില്ല, അത് പറഞ്ഞ് മോശമായി. ഇപ്പൊ നിങ്ങളെല്ലാം കൂടെ ഇനിഷ്യേറ്റീവ് എടുത്ത് തനിയെ ചെയ്യാറൊക്കെയല്ലോ. ഇനി മേലെ ഈ പരിപാടിയും പറഞ്ഞിട്ട് വിളിച്ചുപോലും കേട്ടല്ലോ. അല്ല, ഞാൻ സീരിയസ് ആയിട്ടാ പറയണ. ഇനി ഈ പരിപാടി ഇല്ല, ഇനി ഒരു പരിപാടിക്കും വിളിക്കില്ല. ഞാൻ സീരിയസ് ആയിട്ടാ പറയണ. ഇനി ഈ പരിപാടി ഇങ്ങനത്തെ പരിപാടി ഒന്നും പറഞ്ഞ് വിളിക്കില്ല കേട്ടല്ലോ. മച്ചാനെ, ഞാൻ കട്ട് ചെയ്യാണ്, തീർന്നു, ബൈ. എനിക്ക് വിഷമമാണ്. വിളിക്ക്, അത് ഓക്കെ. ഇറ്റ്സ് ഓക്കെ മാൻ, ദിസ് ഈസ് ദേർ. അളിയൻ തിരിച്ചു വിളിക്കണ്. വിളിക്ക്, പാവനോട് പാവം. അളിയ അനു, ഇത് ചെറിയൊരു ചാലഞ്ച് ആയിരുന്നു അളിയ. സോറി അളിയ, തെറി വിളിക്കില്ല. യു ആർ ഓൺ ദ ക്യാമറ ഓഫ് ദ ഇന്ത്യ. പാവടാ. നീ ഉറക്കെ സംസാരിക്കും. നീ ടെൻഷൻ അടിച്ചാ? അല്ല അല്ല അല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ടെൻഷൻ എടുത്ത് പറയണേ. അനൂപ്, അപ്പൊ എന്തായാലും പച്ചാ, നമ്മള് ചാലഞ്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെടാ, ബൈ. പാവം കിട്ട, ചെറുതായിട്ട് ടെൻഷൻ അടിച്ചു. ഓഫീസിലായിരുന്നു ഞാൻ വിളിച്ചപ്പോഴത്തേക്ക്. ഇറ്റ്സ് ഓക്കെ. പണി വരുന്നുണ്ട് വറാച്ച. ഡെയർ ആയിരിക്കണേ, ഡെയർ ആയിരിക്കണേ. അമ്മൂനുള്ള ഒരു മുട്ടൻ പണി വരുന്നുണ്ട്. പിസ്സ ഹട്ട് വിളിച്ചിട്ട് മലയാളത്തില് പിസ്സ ഓർഡർ ചെയ്യും. ഇവിടുത്തെ UAE പിസ്സ ഹട്ടിൽ ഇംഗ്ലീഷിലും അറബിക്കും മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മുടെ അമ്മു അത് മാത്രമല്ല, മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല, അവര് ഫൈൻ വല്ലതും തരും. പിന്നെ എവിടെ പറഞ്ഞിരിക്കണം? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, വിളിച്ചാ മതി. വിളിക്ക്, സമയം കളയാതെ വിളിക്ക്. ഞാൻ വിളിക്കുന്നില്ല. പിസ്സ ഹട്ടിൽ ഡയൽ ചെയ്ത് ഫോൺ എടുത്ത് അറബിയിലും ഇംഗ്ലീഷിലും അല്ലാതെ മലയാളത്തിൽ പിസ്സ ഓർഡർ ചെയ്യണം. അപ്പൊ ഗൈസ്, അമ്മുവിന്റെ ഫോണിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് എന്റെ ഫോണിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്തൊരു സന്തോഷമാണ്. സന്തോഷമല്ല, അവര് തിരിച്ചു വിളിച്ച് പണി തന്ന. عربي عربي للاستمرار باللغة العربية اضغط 1. Welcome to Pizza Hut Customer Service Center. To continue in English, press 2. To place a new order, press 1. Pizza Hut deliver from speaking unit, please. ചേട്ടാ, എനിക്കൊരു പിസ്സ തരൂ. പറയില്ല. ഇനി പറയത്തില്ല. 2 സെക്കൻഡ് ചേട്ടാ ഒരു പിസ്സ തരുമോ? കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ പേടിയാ. കണ്ണൊക്കെ ചോദിരിക്കണ്. നാട്ടിലാണെങ്കിൽ നമുക്ക് തിരിച്ചെടുത്ത് സോറി ഇങ്ങനെ നടക്കുന്ന കാര്യമല്ല. പേടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേടിയുണ്ടാ? എന്തായാലും പറഞ്ഞോണ്ട് മാത്രം ഞാൻ പാസ് ചെയ്യുന്നു. കാരണം അയാളെ എടുത്തു വെൽക്കം ടു പിസ്സ ഹട്ട് എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടാ ഒരു പിസ്സ തരുമോ? കട്ട് ചെയ്ത് അടുത്ത ചർച്ച് ഗൈസ്. ഹലോ, എടുക്കട്ടെ, അതിന്റെ അടുത്ത് തന്നെ ചാൻസാ. അച്ഛൻ ഒരു ഡയറി തന്നു. അച്ഛോ, ഞാൻ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യനിൽ 2-3 പേരെ പ്രപ്പോസ് ചെയ്തിട്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അച്ഛോ ഏത് പെണ്ണിനെ പ്രപ്പോസ് ചെയ്തെന്ന് കുഴപ്പമില്ല.
ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്തത് ഇവിടെ ക്യാമറയ്ക്ക് മുന്നിൽ ആക്ട് ചെയ്യാം. ക്യാമറ ഓഫ് ആകൂല. അത് പറ്റൂല. എനിക്കന്ന് ഓർമ്മയില്ല. അത് ഇപ്പൊ 2005 കണ്ടോ. പെണ്ണിനെ പ്രപ്പോസ് ചെയ്തില്ലേ? എനിക്ക് ഓർമ്മയില്ല. പ്രപ്പോസ് ചെയ്തത് ആക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. എന്റെ ഡെയർ ആണ്, ഡെയർ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഈശ്വര, എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. എന്നെ പിസാട്ടില് വലിപ്പിച്ച് ചീത്ത എന്നെ അനുവിനെ കൊണ്ട് വിളിപ്പിച്ചില്ലേ? പാവം, അവിടുന്ന് കരയായിരിക്കും. അത് ബെസ്റ്റ് ഫ്രണ്ട്. ഹലോ, ആ പെൺകുട്ടി ക്യാമറയാണേ. അമ്മൂനെ പെൺകുട്ടിയായിട്ട് സങ്കല്പിക്കാം. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ്. എല്ലാവർക്കും ഞാൻ പ്രപ്പോസ് എല്ലാ പെൺപിള്ളേർക്കും സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടല്ല. സ്റ്റാൻഡേർഡിനെ പറ്റി സംസാരിക്കണ്ട, ക്യാമറ പറ്റി സംസാരിക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ക്യാമറ ഉണ്ടായിരിക്കും, ഡിസ്ട്രാക്ട്. ഇത് എന്താണിത്? ഒന്നുമില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ പറയണമെന്ന് വിചാരിച്ചാണ്. എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്തൊരു റെസ്പോൺസ് ഇപ്പം പറയണ്ട, പിന്നെ പറഞ്ഞാൽ മതി. ഓക്കെ? ഞാൻ ഈ ബാച്ചിലാണ് പഠിക്കുന്നത്. ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ പിന്നെ ഐ ലവ് യു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ പിന്നെ സക്സസ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഗൈസ്, എന്നെ എന്തിനാണ് ഇതൊക്കെ പറയിപ്പിക്കണേ? ഈശ്വര, ആ കുട്ടി ഇല്ലല്ലോ, ഇല്ലാണ്ട് പറയാൻ എളുപ്പമാണല്ലോ. ആണ്, എന്നാലും ഒരു ചെറിയൊരു ചമ്മൽ, അത്രേ ഉള്ളൂ. ഇങ്ങനെയാണോ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഗൈസ്, അടുത്ത അമ്മുവിന്റെ ചാൻസ് ആണ്. ഡെയർ ആയിരിക്കണേ. കാണിക്ക, അത് ഒളിപ്പിക്കാൻ പറ്റൂല. പിസാട്ടി വിളിപ്പിച്ചു. അമ്മു പുതിയ ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ അമ്മുവിന്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും. അമ്മു തിരിച്ച് അമ്മുവിന്റെ പുതിയ ലാംഗ്വേജിൽ റിപ്ലൈ ചെയ്യണം. അതാണ് ചാലഞ്ച്. എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വീട്ടിൽ? അമ്മു എന്നാ നാട്ടിൽ പോകുന്നേ? ഓക്കെ. നാട്ടിൽ പോകാൻ ഏതൊക്കെ ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്? പിന്നെ പണ്ടെങ്ങാണ്ട് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി പോകണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഏത് കോഴ്സ് ആയിരുന്നു? ആഹാ. ഈ മോത്തിന് കളർ വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭയങ്കര സംഭവമാണ്. പറയണൊക്കെ സെയിം വേർഡാണ്. ബംബ്രി ഗുങ്കുരി ഗുങ്, ഇതെല്ലാം അറിയത്തുള്ളൂ. ഇപ്പൊ അടുത്തത് എന്റെ ചാൻസ് ആണ്. ഭഗവാനെ, ട്രൂത്ത് കിട്ടും. എന്തൊരു ആശ്വാസം. അച്ചോ, കല്യാണത്തിന് ശേഷമാണല്ലോ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു ബിഗ് നോണ. കല്യാണത്തിന് ശേഷം അമ്മൂനോട് പറഞ്ഞ നോണ. കല്യാണത്തിന് ശേഷം അമ്മൂനോട് കുറെ നോണ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ നോണകൾ, കുട്ടി കുട്ടി നോണാസ് ഓഫ് ഇന്ത്യ. അല്ല, ഏതെങ്കിലും ഒന്ന് പറഞ്ഞാ പോരെ. എനിക്കിപ്പോ എങ്ങനെ പറയാനാണ്? കൊറേ ഉള്ളോണ്ട് ഇപ്പൊ ഒന്നും ഓർമ്മയില്ലെന്ന്. ഞാൻ വിചാരിച്ച നോണ ഉണ്ടാവില്ലെന്ന്. പറഞ്ഞോളൂ, പോരട്ടെ. റീസെന്റ് ഇല്ലേ അമ്മ ഇപ്പൊ എനിക്ക് ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി തരൂലേ? 2-3 പ്രാവശ്യം കുടിക്കാൻ മറന്നിട്ട് ഞാനത് ഓഫീസിൽ കളഞ്ഞിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഞാൻ കൈ വെച്ച് പിഴിഞ്ഞൊരു 4 ഓറഞ്ച് പിഴിഞ്ഞാലാണ് ഒരു ഇത്രയുള്ള ഫ്ലാസ്ക് അറിയുള്ളൂ. എന്നിട്ട് അത് കൊണ്ട് സ്കൂളിലെ പിള്ളേരെ വിടണ പോലെ ഓറഞ്ച് ജ്യൂസ് കുപ്പിയിലൊക്കെ ആക്കി തന്നിടും. എനിക്കെടുത്ത് കുടിക്കാനൊന്നും വയ്യ, നാണക്കേട്. ചില ദിവസം മറന്നു പോകുമ്പോൾ ഞാൻ അങ്ങനെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അടി ഉണ്ടാക്കും. അതെ, ഒരു സെക്കൻഡ് ക്യാമറ ഓഫ്. വേണ്ട, അത് പിന്നെ സത്യം പറയാൻ പറഞ്ഞിട്ടല്ലേ പറഞ്ഞത്. അടുത്തടി ബാക്കി വ്ലോഗ് കഴിഞ്ഞിട്ട് സമാനമല്ല. അടുത്ത ആറ് ചാൻസ്. അമ്മൂര് ചാൻസ്. എനിക്കിനി ഓറഞ്ച് ജ്യൂസ് ഇല്ല. അങ്ങനെ പറയില്ല, എനിക്ക് വേണം. ഒരു പ്രാവശ്യം കളഞ്ഞിട്ടുള്ളൂ. ഡെയർ. പണി വരുന്നുണ്ട്. അമ്മു എന്റെ ശ്രദ്ധിച്ച് കേൾക്കണം, പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. അമ്മു പോയിട്ട് എന്റെ സ്യൂട്ട് ഇട്ടോണ്ട് വരണം. സ്യൂട്ട് ഇടണം, താഴെ ബെർമുഡയായിരിക്കണം. എന്നിട്ട് ബാക്കി പണിയുണ്ടാവും, ഞാൻ പിന്നെ പറഞ്ഞുതരാം. പോയി സൂട്ട് ഇട്ടോണ്ട് വരൂ. അപ്പൊ അമ്മ സൂട്ട് ഇട്ടിട്ട് കാണാം. ഓക്കെ, പോ. A few moments later. കുറെ നേരമല്ല. അമ്മു ഇറങ്ങി വാ. എന്തായി? പറ്റൂല, ഇറങ്ങി വരൂ. കിടന്നു വരൂ.
പാള സൂട്ട് നിക്കറും. ഇതാണ് ഡേറ്റ് അവർക്ക്. വാ വാ വാ, ഇനി അവിടെ വന്നിരിക്കും. വാ, പോ 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 പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, പോയിരിക്കും. ഓട്. അമ്മുവിന്റെ ഡെയർ ചാലഞ്ചാണ് ഗൈസ്. റെഡി അല്ലേ? എന്തൊരു നാണക്കേട്. ഓ, എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഏതൊരു പഴഞ്ചൻ സൂട്ട് എടുത്തിട്ടുണ്ടെന്നോണ്ടിരിക്കുകയാണ്. എന്റെ സൂട്ട് കഴിവാറില്ലേ? സൈസ് നോക്ക് ഗൈസ്, നോക്ക്. പിന്നെ നിക്കറും, പച്ച നിക്കർ. ഏതെങ്കിലും ഇന്റർവ്യൂ വരുമ്പോ ഇതേപോലെ പോകാൻ പറ്റും ഡെയർ ചാലഞ്ച്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, വെളിയിൽ പോയി 2 റൗണ്ട് ഇറങ്ങിട്ടോ. പച്ച നിക്കറ പഠിക്കും. തൊലിക്കട്ടി. അടുത്തത് എന്റെ ചാൻസ് ആണ്. എന്റെ ഡ്രസ് പോയി ഇട്ടാടെ ഇവിടെ വന്നിരിക്കും. നടക്കൂല. ഇത് ഇപ്പൊ കണ്ടുപിടിച്ചാണ്. സമ്മതിക്കൂല. എടാ, എന്റെ ഡ്രസ്സിന് കേറൂലല്ലോ. അത് ഞാൻ കേട്ടാ. A few moments later. ആ കോട്ട് എടുത്തൊരു കോട്ട് പോലത്തെ സാധനം കൊള്ളൂലാണ്ട് ഇരുന്നോട്ടെ. അപ്പൊ ഞാൻ അങ്ങനെയല്ലേ നിക്കണത്. വന്ന് ഞാൻ ക്യാമറ ഓടിച്ചോണ്ടിരിക്കുക. അതായത് ഈ ഡ്രസ് ഇട്ടിട്ട് വ്ലോഗ് കുഞ്ഞുമണി ഇതേപോലത്തെ ടീഷർട്ട് ഒക്കെ ഇട്ടെന്ന് പറയാം. എനിക്കിത് എന്തൊക്കെയാലും ഗൈസ്, ഇന്നത്തെ ഒരു ഫൺ വ്ലോഗ് ആയിരുന്നു. എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അഴിച്ചു മാറ്റാൻ വേണ്ടി പോവാണ്. ഊരാൻ പാടില്ല. ഇനി മേലെ ഇവ വൃത്തിയും കൊണ്ട് വരല്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. പിന്നെ ഇംഗ്ലീഷ് പ്ലസിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. കുറച്ചധികം ഫൺ ആൻഡ് അടിപൊളി വ്ലോഗ്സ് ആയിട്ട് അമ്മു ഞാനും തിരിച്ചു വരുന്നതായിരിക്കും. Until then, we are signing off. Bye.